ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിൻ്റെ 640 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 37-ാമത്തെ തിരുവചനമാണ്. ദാഹിക്കുന്നവൻ എല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ഒരാൾ ഒരിക്കൽ നീലഗിരിയിൽ നിന്നും കുറേ പൂക്കൾ വാങ്ങി. വീട്ടിലെത്തിയപ്പോഴേക്കും ആ പൂക്കളെല്ലാം വാടി തളർന്നിരുന്നു. പക്ഷേ ആ പൂക്കൾ കൊടുത്തു വിടുമ്പോൾ ചില നിർദ്ദേശങ്ങൾ അതിനോടൊപ്പം തന്നെ നൽകിയിരുന്നു. നല്ല തണുപ്പുള്ള വെള്ളത്തിൽ വെച്ച് ഈ പൂക്കളെ ശക്തിപ്പെടുത്തണം. വെള്ളത്തിൽ വയ്ക്കുന്നതിന് മുമ്പായി പൂക്കളുടെ തണ്ടിൻ്റെ അറ്റം കുറച്ച് മുറിച്ച് കളയണം. പിറ്റേ ദിവസമായപ്പോഴേക്കും എല്ലാ പൂക്കളും കരുത്താർജിച്ചിരുന്നു. അതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ ശുദ്ധമായ വെള്ളമായിരുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യേശുദമ്പുരാൻ ശമരിയാക്കാരി സ്ത്രീയോട് പറഞ്ഞു, നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടിക്കാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞു എങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു. പിന്നീട് ഒരിക്കൽ യേശുദമ്പുരാൻ ദൈവാലയത്തിൽ വെച്ച് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. കർത്താവിൽ സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ വരണ്ടതും ഉണങ്ങിയതുമായിട്ടുള്ള ഒത്തിരി മേഖലകൾ ഉണ്ടായേക്കാം. അവയെല്ലാം ഉന്മേഷമുള്ളത് ആയിത്തീരണമെങ്കിൽ നമ്മളെല്ലാവരും കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് കുടിക്കുവാനായിട്ട് തയ്യാറാകണം. കർത്താവിനെ സ്വീകരിക്കുവാനും കർത്താവിനെ ആഴത്തിൽ വിശ്വസിക്കുവാനും നമ്മൾ തയ്യാറാകണം. വചനം പറയുന്നു, അവനിൽ വിശ്വസിക്കുന്നവരിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. സ്നേഹമുള്ളവരെ, നമ്മളെല്ലാവരും വാടി തളർന്നു പോകാതിരിക്കുവാനായിട്ട് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുവാനായിട്ട് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.